എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മുൻ സൈനികരുടെയും അതോടൊപ്പം തന്നെ ആശ്രിതരുടെയും സാമ്പത്തിക ധനസഹായം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. മുൻ സൈനികർക്കും ആശ്രിതർക്കുമുള്ള സാമ്പത്തിക ധനസഹായം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. മുൻ സൈനികർക്കും അവരുടെ ആശ്രിതർക്കും നിരവധി സാമ്പത്തിക ധനസഹായങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്നുണ്ട്. അടുത്തിടെ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ചില പദ്ധതികൾക്ക് സാമ്പത്തിക ധനസഹായം ഇരട്ടിയാക്കിയിരുന്നു. ദീപാവലി സമ്മാനമായിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ തീരുമാനം ഉണ്ടായിരുന്നത്. വിദ്യാഭ്യാസ വിവാഹ ധനസഹായം ഉൾപ്പെടെയാണ് കേന്ദ്രം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വിവാഹ സഹായധനം 50,000 രൂപയിൽ നിന്ന് 1,00,000 രൂപയായി ഉയർത്തിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ സഹായധനവും ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പ്രതിമാസം നൽകിയിരുന്ന 1,000 രൂപ ഇനി മുതൽ 2,000 രൂപയായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വാർദ്ധക്യ സഹായധനം 65 വയസ്സിന് മുകളിലുള്ള പെൻഷൻ ലഭിക്കാത്ത സ്ഥിര വരുമാനമില്ലാത്ത മുൻ സൈനികർക്കും വിധവകൾക്കും പ്രതിമാസം 4,000 രൂപയിൽ നിന്ന് 8,000 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ ധനസഹായം പരിശോധിക്കുമ്പോൾ മുൻ സൈനികരുടെ 2 ആശ്രിതർക്ക് വരെ ക്ലാസ് 1 മുതൽ ബിരുദം വരെ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം വരെ നേടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1,000 രൂപയിൽ നിന്ന് 2,000 രൂപ വരെ സഹായധനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.